ഒരു മാലിനെ. വേപത് പൂണ്ട എന്റെ ആത്മാവിന്റെ വിഹുലതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾക്ക് ആവശ്യം എന്റെ ശരീരമായിരുന്നു. സ്ത്രീയുടെ മനസ്സിൽ അയാൾക്ക് ആവശ്യം ശരീരം മാത്രമേ. അറിയാ, ഞാൻ സാഹിത്യകാരുടെ മോള് വരുന്നുണ്ട്, നമുക്കൊന്ന് വാരാ. വേപത് പൂണ്ട എന്റെ ആത്മാവിന്റെ വിഹുലതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾക്ക് ആവശ്യം എന്റെ ശരീരമായിരുന്നു. അമ്മജി, സ്ത്രീയുടെ മനസ്സല്ല അയാൾക്ക് ആവശ്യം ശരീരമാണത്രേ. ഇവൻ ആരടാ? ശരീരമല്ലാതെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യാനാ അളിയാ? ഒരു ചുക്ക് നടക്കൂല എന്റെ പൊന്നാളിയോ. ഞങ്ങളുടെ രവിക്കുട്ടനെ വെറുതെ വലക്കല്ലേ. കല്യാണം കഴിഞ്ഞാലെങ്കിലും വല്ലപ്പോഴും അവനെ കൂടെ കാണാമേ. അളിയോ, ഇവളുടെ തള്ളയുടെ തൊലിക്കെട്ടി കുറെ കടുപ്പം തന്നെയാ. എന്ത് പറ്റി ശ്രീദേവി? ഒന്നുമില്ല, ഭാര്യ വിട്ട വരാൻ. അപ്പോഴേ ഈ സ്നേഹിക്കുന്നതും വളയ്ക്കുന്നതൊക്കെ മനസ്സിന് സുഖം കിട്ടുന്ന കാര്യമാ. എന്താ വേണ്ട രവിട്ട, നോട്ടിഫിക്കേഷൻ വരെ നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങ് നടത്തിക്കോ. തള്ളേ, ഒരു ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായ ഒക്കെ നടത്തോളിയാ? എന്താ മോളെ? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായിട്ടുണ്ട്. എന്താ കാര്യം? മമ്മി എന്തൊക്കെയാണ് എഴുതി കൂട്ടുന്നത്? ഓഹോ, ഇതാണോ കാര്യം? മമ്മിക്കത് സാരമില്ല. എന്നെയും രവീട്ടനെയും കുട്ടികളെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞ് കളിയാക്കിയെന്നറിയാമോ? കോളേജ് പിള്ളേരുടെ സ്വഭാവം അതല്ലേ. അവർക്ക് മറ്റുള്ളവരെ കളിയാക്കാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട. മോള് വിഷമിക്കണ്ട, ഞാൻ രവിയോട് സംസാരിക്കാം. ആ, നീ പോയി കുളിച്ച് ഫ്രഷ് ആകും. കണ്ണു മുഖം ഇരിക്കുന്ന കണ്ടില്ലേ? ചെല്ല് ചെല്ലു മോളെ. എന്റെ മോൾ പാവമാണ്. ഷീസ് വെരി സെൻസിറ്റീവ്. എന്തെങ്കിലും കേട്ടാൽ കരയാനല്ലാതെ അവൾക്കൊന്നും അറിയില്ല. സാധാരണയായി കോളേജ് ക്യാമ്പസിലെ പ്രേമത്തിന് ഡിഗ്രി കോഴ്സിന്റെ നീളമേ ഉണ്ടാകാറുള്ളൂ. ശ്രീദേവിയും രവിയും തമ്മിലുള്ള ബന്ധം അങ്ങനെ ആകരുതെന്നാണ് എന്റെ ആഗ്രഹം. ശ്രീദേവിയെ എനിക്കിഷ്ടമാണ്. ശ്രീദേവിക്കും. രവിയുടെ വീട്ടിൽ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം അറിയാമോ? അറിയില്ല. ഞാൻ വീട്ടിൽ പറയാനിരിക്കായിരുന്നു. ഡാഡിയോട് പറയാന്ന് വെച്ചാൽ സാരമില്ല, ആ ജോലി എനിക്ക് വിട്ടുതരണം. വരട്ടെ. വിജയലക്ഷ്മിയുടെ ആത്മഹത്യ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ താഴെ പോയാൽ 1,00,000 കോപ്പിയാ കയറിയിരിക്കുന്നത്. 1 lakh. ആ വിജയലക്ഷ്മിയുടെ 3-4 ലക്കം ഒരുമിച്ച് എഴുതി തരാൻ പറയും. 1 ലക്കവും മുടങ്ങരുത്. ഹലോ മിസ് നായർ, എന്താ ഒറ്റയ്ക്ക്? വെറുതെ കാറ്റുകൊള്ളാൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു. പിന്നെ മോൻ ഉദ്യോഗം വലുതായോ? ഗൾഫിലൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓഹോ. പിന്നെ നിങ്ങളുടെ മിസ്സസിന്റെ ആത്മകഥ ഞാൻ തുടർച്ചയായി വായിക്കാറുണ്ട്. നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള അന്തസ്സുള്ള കുടുംബക്കാർക്ക് പറ്റിയതല്ല ഇതൊക്കെ. പത്രത്തിന്റെ ലീഡർഷിപ്പിന് വേണ്ടി സ്വന്തം ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഡാം ചീപ്പ്. ഞാൻ തുറന്നു പറയുന്നതിൽ മിസ്റ്റർ നായർക്ക് വിഷമം തോന്നരുത്. മകൾക്കൊരു പ്രപ്പോസലൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു ഇഷ്യൂ ആവൂലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു ചോദിക്കുന്നതല്ലേ. ആ ഹസ്ബൻഡ് ഒരു പെക്യൂലിയർ ടൈപ്പാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലെ എത്രയെത്ര പേരെ ഞാൻ കാണുന്നു.
ആദ്യം അവൾക്ക് വലിയ മടിയായിരുന്നു. ആളുകൾ എന്ത് വിചാരിക്കുമെന്ന്. എന്ത് വിചാരിക്കാൻ? ഇതൊക്കെ വെറും ഇമാജിനേഷൻ അല്ലേ. പിന്നെ എന്റെ നിർബന്ധം കൊണ്ടാണ് എഴുതാൻ സമ്മതിച്ചത് തന്നെ. പിന്നെന്ത് നോക്കാൻ, നല്ല കാശും കിട്ടും. കാശ് കിട്ടുമോ? പിന്നെ എന്നാ പിന്നെ ആയിക്കോട്ടെ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഒരു കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചു. ബൈ ദ വേ, ഹാർട്ടി കൺഗ്രാലേഷൻസ് മാനേജർ സാറേ. വിട്. എന്താ കാര്യം? അമ്പലത്തിനും പള്ളിക്കും കൊടുക്കാത്ത വിശുദ്ധി ഞങ്ങൾ രജിസ്ട്രാർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചില്ല. എന്ത് മനോഹരമായ ശൈലി. ഐ ലൈക്ക് ഇറ്റ്. നല്ല ഫോമിലാണല്ലോ. ഞാനൊരൽപ്പം അടിച്ചിട്ടാ വന്നിരിക്കുന്നത്. മാനേജർ സാറേ, നിങ്ങളുടെ ഭാര്യയുടെ ആത്മാവ് ഞാൻ വായിക്കുന്നുണ്ട്. ആത്മകഥ എഴുതിയവരാരും ആത്മാവിന്റെ കഥ എഴുതിയിട്ടില്ല. എല്ലാം പൊയ്മുഖങ്ങളാ. പക്ഷേ വിജയലക്ഷ്മി നായരുടെ ആത്മകഥയിൽ ആത്മാവിന്റെ ഭാഷ ഞാൻ കണ്ടു. സ്വന്തം ഭർത്താവിനെ ഇത്രയും നിശിതമായി വിമർശിച്ചെഴുതിയ ഒരു സാഹിത്യകാരിയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനിയൊട്ടുണ്ടാകാൻ പോകുന്നുമില്ല. യു ക്യാൻ റിയലി പ്രൗഡ് ഓഫ് ഹെർ. കുറുപ്പേ, നിങ്ങൾ വായിക്കാറില്ല മിസ്സസ് നായരുടെ ആത്മകഥ? ഞാൻ ഇത്തരം ചവറുകളൊന്നും വായിക്കാറില്ല. വായിക്കണോടോ കുറുപ്പേ? വിവരമുള്ളവരെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു ആത്മകഥയാ. അല്ല, വിവരമുള്ളവർ വായിച്ചാലേ മനസ്സിലാവും. ആവട്ടെ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നന്നായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് അസൂയയാണ് സാർ. സ്വന്തം ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഇത്രയൊക്കെ എഴുതിയിട്ടും ഒരു കുടുംബജീവിതം സന്തോഷത്തോടെ നയിക്കുന്ന നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് സാർ. എനിക്കുമുണ്ട് സാർ ഒരു ഭാര്യ, പാലാക്കാരിയ, നല്ല പൂത്ത പണമുണ്ട്. പക്ഷെ എനിക്ക് അവളുമായി ഒത്തുപോകാൻ സാധിക്കത്തില്ല. കാരണം സാറിനറിയാമോ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഭാര്യാഭർത്തൃബന്ധം ശാരീരിക ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ സാറേ? ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഇങ്ങനെ ഒരു ഭാര്യയോട് എനിക്ക് എങ്ങനെ ഡിപ്ലോമാറ്റിക് ആവാൻ പറ്റും? ആയാലും എത്ര ദിവസത്തേക്ക്? കുറെയൊക്കെ ഞാൻ സഹിച്ചു. അവസാനം ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. വെറുപ്പ് കൊണ്ടല്ല, സഹതാപം കൊണ്ടാ. പക്ഷെ സാറ് ഭാഗ്യവാനാണ്. എനിക്ക് സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാറിന്റെ ഭാര്യയോട് എന്റെ ഈ കഥയൊന്ന് എഴുതാൻ പറയണം. ഒരു ചെറുകഥയായിട്ടെങ്കിലും എഴുതാൻ പറയണം. പറയുമോ സാർ? പറയാം. ഒരു നല്ല കാര്യം പറയാൻ തുടങ്ങിയപ്പോ അയാളുടെ ഒരു ഭാരതി. അവള് പോയി, എന്റെ ഭാരതി പുക പോലെ. ഇന്ന് നേരത്തെ തുടങ്ങിയോ? 2 പെഗല്ലേ കഴിച്ചോളൂ സാറേ. കരയാൻ മാത്രം കഴിച്ചില്ലല്ലോ. വിടറാ. കരയാനും മാത്രം കഴിച്ചുള്ളത് എനിക്കറിയാം. ഞാൻ ഇപ്പൊ കഴിഞ്ഞില്ലെങ്കിലേ ആ വാള് ഇവിടുന്ന് പോവോ? അത് ശരി. നീ പോയി 2 പെക്കൂടെ കൊണ്ട്. വേണ്ട. അതെന്താ? നമുക്ക് പോവാൻ കുറിപ്പേ. ഇനി വിട്ടിരുന്നാൽ ഇതുപോലെ പലരുടെ അഭിനന്ദനങ്ങള് ഞാൻ കേൾക്കേണ്ടി വരും. ഈ മുറിയിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചതാണ്. എന്നെക്കുറിച്ച് നീ എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ, എത്ര വേണമെങ്കിലും. നാട്ടുകാരുടെ പരിഹാസം മുഴുവൻ ഞാൻ സഹിച്ചോളാം. പക്ഷേ എനിക്കൊരു അപേക്ഷയുള്ളൂ. നമ്മുടെ മകൾ, അവളെ കുറിച്ച് ഓർത്തെങ്കിലും നീ ഈ ആത്മകഥ എഴുതി നിർത്തണം. മകളുടെ ഭാവിയെക്കുറിച്ച് മറ്റാരേക്കാളും ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. എന്നെ ആരും അത് ഓർമ്മിപ്പിക്കണമെന്നില്ല. ആ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നില്ല. എനിക്കും നിങ്ങൾക്കും ഇടയിൽ വെറുതെ മൂള വലിച്ചു വെക്കണ്ട. ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇത് പൂർത്തിയാക്കാതെ എന്റെ പേര് ഞാൻ താഴെ വയ്ക്കില്ല. വിജയലക്ഷ്മി,
എന്നെ നീ ഭർത്താവായി അംഗീകരിക്കണ്ട. പക്ഷെ ഞാൻ ശ്രീദേവിയുടെ അച്ഛനായി പോയില്ലേ? നമ്മുടെ മകളെ നാട്ടുകാർ പരിഹസിക്കുന്നത് കേട്ടു നിൽക്കാനുള്ള മനഃശക്തി നിനക്കുണ്ടായിരിക്കും. പക്ഷെ എനിക്കത് വയ്യ. എന്നെ തോൽപ്പിക്കാനുള്ള ആയുധം കൊണ്ട് പിടഞ്ഞു വീഴുന്നത് ഒന്നും അറിയാത്ത നമ്മുടെ മകളായിരിക്കും. അത് നീ മറക്കരുത്. അസംബ്ലിയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം. ഇനി അതിന്റെ ഉറവിടെ ഉള്ളു. പ്രസവത്തിന് പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പിന്നെ അവരുടെ അവകാശമാണെന്ന് വെക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം. ചുമ്മാ എന്തിനാ അതൊന്നും പറഞ്ഞ് ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നത്? അത് നീ എന്തിനാ ചൂടാകുന്നത്? ഞാൻ പ്രസവിക്കുന്ന പെണ്ണിന്റെ കാര്യ പറഞ്ഞേ. അതെന്റെ കുറ്റമാണോ? പിന്നെ എന്റെ കുറ്റമാണോ? ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തണം. ഇനി പ്രസവിക്കാൻ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാ ഞാൻ വലഞ്ഞു പോകത്തേ ഉള്ളൂ. ഓ, ഈ മനുഷ്യനോട് സംസാരിക്കണമെങ്കിലേ 10 നാക്ക് വേണം. ഒരു സാധനം എഴുതാൻ സമ്മതിക്കില്ല. രാവിലെ എഴുന്നേറ്റ് ചൊറിയുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കുളിക്കാൻ പോവാ. കുളിച്ചാ ചൊറിച്ചിരിച്ചാ മാറി കിട്ടും. എന്നെ അന്വേഷിച്ചേ ആ നോവലിസ്റ്റ് പ്രിയ വരും. വന്നാലോടെ ഇരിക്കാൻ പറയണം. ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. നോവലിസ്റ്റ് പ്രിയ? രാവിലെ കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളേര് വരുന്ന മനസ്സിനൊരു സുഖ. എന്തായാലും ഷർട്ടും ഒക്കെ ഇട്ടൊന്ന് മിനിങ്ങിയിരിക്കാം. പ്രിയതമ പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതണം? മുനികുമാരികയല്ലോ ഞാൻ. നമസ്കാരം. ഭാരതിയമ്മയില്ലേ? ഉണ്ട്. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ നോവലിസ്റ്റ് പ്രിയയാണ്. കുളിക്കുക അവിടെ ഇരി. കൊള്ളാവുന്ന പെമ്പിള്ളയുടെ പേരാ ഓരോ വയസ്സന്മാരെ തൂലികാന്നമായിട്ട് എടുത്തിരിക്കുന്നത്. പ്രിയ കാലത്തുള്ള മൂടുകള്. ഭാരതി അണ്ടാ എന്റെ പ്രാണപ്രിയ വന്നിരിക്കുന്നു. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ആരാ? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഷൻ കിട്ടിയ ഭാര്യയുമായി ഒത്തുപോകാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ കഥ മാനവ സാർ പറഞ്ഞിരിക്കുമല്ലോ. അത് ഞാനാണ്, ഫിലിക്സ് ജോസഫ്. സോറി മാഡം, ഞാനത് അല്പം മദ്യവെച്ചിട്ടുണ്ട്. മദ്യവെച്ചിട്ട് ഒരു വീട്ടിൽ കയറി വരാൻ പാടില്ല എന്നെനിക്കറിയാം. പക്ഷേ മദ്യപാനം ഇപ്പോൾ എന്റെ മനസ്സിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഞാൻ ബോറടിപ്പിക്കുന്നുണ്ടോ? ഇല്ല, വരൂ, ഇരിക്കൂ. താങ്ക് യു. ഞാൻ മാഡത്തിന്റെ ആത്മാവ് വായിക്കാറുണ്ട്. അതിലെ ഓരോ വരികളും എനിക്ക് കാണാപ്പാടമാണ്. വെറുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, പകയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, ചിലപ്പോൾ മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ടേക്കാം. പക്ഷെ സ്നേഹത്തിന്റെ തലവറിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. കാരണം സ്നേഹത്തിന്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണ്. എത്ര മനോഹരമായ പദപ്രയോഗം. എന്റെ ഭാര്യയെക്കുറിച്ച് മാനേജ് സാർ പറഞ്ഞിരിക്കുമല്ലോ. ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അവക്കറിഞ്ഞുകൂടും. അതാണ് അവളുടെ കുഴപ്പം. ഭർത്താവിനെ മനസ്സിലാക്കാത്ത, ഭർത്താവിനെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയുടെ കഥ മാഡം എഴുതണം. ഞാൻ ഇനിയും ബോറടിപ്പിക്കുന്നില്ല. എന്റെ കഥ പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്. ആത്മാവിന്റെ ഭാഷ എഴുതുന്ന സാഹിത്യകാരിയെ ഒന്ന് നേരിൽ കാണാമെന്നുകൂടെ കരുതിയ. ഞാൻ വരട്ടെ മാഡം. ശരി. താങ്ക് യു. നമ്മുടെ ഫെലിക്സ് ജോസഫിനെ കണ്ടോ? കണ്ടില്ല. ഇന്ന് വന്നില്ലായിരിക്കും.
എന്താ സാറേ? ഫെലിക്സ് ജോസഫ് വന്നില്ലേ? സാർ അറിഞ്ഞില്ലേ? ജോസഫ് സാറിന്റെ കേസ് ജയിച്ചു, സസ്പെൻഷന് പിൻവലിച്ചു, നാളെ ജോലി പ്രവേശിക്കുക. ഓ അതാണല്ലേ കാണാത്തല്ലേ? സാറേ ഒരു സ്മാള്. ഓ ആരുമില്ല, എന്തോ സ്മോൾ അടിക്കാനാണ്. കാശ് മുടക്കാനുള്ള വടി കൊണ്ടാ.